തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽവാബിലിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഫായിദയാണ്, ദിക്ർ പറയുന്നവർ അവർക്ക് ശരീരത്തിന്റെ ബലം ലഭിക്കും. ദിക്ർ പറയുന്നവർക്ക് ശാരീരികമായ ബലം ലഭിക്കും, മാനസികമായതല്ല, ശാരീരികമായ ബലം ലഭിക്കും. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവായി പറഞ്ഞ കാര്യം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരിക്കൽ ആയിഷ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നു. നിങ്ങൾക്കൊക്കെ കേട്ട് പരിചയമുള്ള ഹദീസാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിൽ ജോലി ചെയ്ത് അവർക്ക് പ്രയാസം അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങി. അവരുടെ കൈകളിലൊക്കെ തയമ്പുകൾ പോലെ വന്നു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമയോട് പറഞ്ഞു, താങ്കളുടെ വാപ്പയോട് പറഞ്ഞ് നമുക്കൊരു വേലക്കാരനെ നിശ്ചയിക്കാൻ, അല്ലെങ്കിൽ വേലക്കാരിയെ വീട്ടിലേക്ക് വേണ്ടി നിശ്ചയിക്കാൻ പറഞ്ഞാലും. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ വീട്ടിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഫാത്തിമ വന്നതിനെക്കുറിച്ചും അവരുടെ ആവശ്യത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. പ്രവാചകൻ വന്നയുടൻ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോയി. അവർ ഉറങ്ങാൻ കിടന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഒരു വേലക്കാരനെ വെക്കുന്നതിനേക്കാൾ മഹത്വമുള്ള, അതിനേക്കാൾ നിന്നെ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് രാത്രി ഉറങ്ങുമ്പോഴുള്ള അസ്കാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ശാരീരികമായി അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഒരു ഖാദിമിനെ, ഒരു ജോലിക്കാരനെ വെക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് തിരിച്ചു പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? അസ്കാറുകളാണ്, ദിക്ർ പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട് അസ്കാറുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയുക. അസ്കാറുകൾ പറയാത്ത ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ നാം ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അസ്കാറുകളുടെ ഈ ഫവായിദുകൾ, ഇബ്നുൽ ഖയ്യിം അൽവാബിലുസ് സയ്യിബിൽ പറഞ്ഞിരിക്കുന്ന ഫവായിദുകൾ, ബാക്കിയുള്ള വിഷയങ്ങൾ കൂടി നിങ്ങൾ വായിക്കാനും പഠിക്കാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റുകളുടെ മഹത്വങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം, ദിക്റുകൾ